ജോൺസേട്ടാ, ഒരു ചോദ്യം കൂടി ഉണ്ട്. ശരി. ജോൺസേട്ടാ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയാസ്, വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ തുടങ്ങിയ മാധ്യമങ്ങളിലൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകള്, റീലുകള്, ഫോട്ടോസ് ഷെയർ ചെയ്യണതാണ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതിന് യഥാർത്ഥ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും പോസ്റ്റുകൾ ഇടുന്നുണ്ടല്ലോ. ആളുകൾ ഇടുന്നുണ്ട്, പക്ഷെ വ്യത്യസ്തപരമായ ഓരോ കാര്യങ്ങളാണ് ജോൺസേട്ടൻ. രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ അത്, സ്പോർട്സ് ആണെങ്കിൽ അത്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത്. അപ്പൊ അതിന്റെ ഒരു എന്താണ്? ഇപ്പോൾ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നമ്മൾ മാർക്കറ്റിലെത്തി, ഫീൽഡിലെത്തി. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 10-16 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട് തന്നെ ഒരു 34 വർഷമായി. അപ്പോൾ നമ്മൾ ഹോട്ടലുകൾ, സൂപ്പർ മാർക്കറ്റ്, ബേക്കറി, പലചരക്ക് പീടിക, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സപ്ലൈ. അപ്പോൾ നമ്മളിങ്ങനെ അപ്പം കണ്ടമാനം ജനങ്ങൾ നമ്മളെ അറിയുന്ന വ്യക്തികളുണ്ട്. നമ്മൾ കടകളിൽ നിന്നിട്ടുള്ള പരിചയം, കടയിൽ വന്നിട്ടുള്ള ആളുകൾ, അങ്ങനെ ഇത്രയും പരിചയമുള്ള ഒരു 40 അല്ലെങ്കിൽ 45 വർഷമായിട്ട് പരിചയമുള്ള പലതരത്തിലുള്ള വ്യക്തികൾ, പല സമയത്തും നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ പല ആളുകൾക്ക് നമ്മൾ സ്പോർട്സ് സംസാരിക്കുന്ന ആളായിരിക്കും, ചില ആളുകൾക്ക് നമ്മൾ രാഷ്ട്രീയം, ചില ആളുകൾക്ക് നമ്മൾ സിനിമ, ചില ആളുകൾക്ക് മതം. അപ്പോൾ പല ആളുകളുടെ അടുത്ത് നമ്മൾ പലതരത്തിലുള്ള വിഷയങ്ങളാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ അവരൊക്കെ നമ്മൾ ഇന്നിപ്പോൾ കുരിയച്ചറ കടയിൽ നമ്മൾ ഇരിക്കുന്നു, ഭൂരിപക്ഷം ടൈം നമ്മളോട് ഇരിപ്പാണ്. അപ്പോൾ നമ്മൾ പലരെയും നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മളെ അറിയുന്ന പല ആളുകളും നമ്മളോട് ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മളോട് ഉണ്ട് എന്നറിയുന്നത് വെച്ചാൽ നമ്മുടെ പോസ്റ്റുകളിലൂടെയാണ്. നമ്മൾ വാട്സാപ്പിലിടുമ്പോൾ നമ്മുടെ വാട്സാപ്പിലെ ഈ സ്റ്റാറ്റസ് കാണും, FBയിലിടുമ്പോൾ അത്. അപ്പോൾ നമ്മളെ അവർ ചില ആളുകൾ ലൈക്ക് അടിക്കില്ല, കമൻറ്റ് ചെയ്യില്ല, പക്ഷെ അവർ കാണുന്നുണ്ട്. കാരണം അപ്പം നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പിക്കുന്നു. പിന്നെ പല ആളുകൾക്കും നമ്മൾ പല കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് നമ്മളുടെ ഒരു ആശയം, നമ്മളുടെ ഒരു ചിന്താധാര അത് ഫോളോ ചെയ്യുന്ന പല ആളുകളും, വാച്ച് ചെയ്യുന്ന പല വ്യക്തികളുണ്ടെന്ന്. അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു 45 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ആ ലൈഫിനാണെങ്കിൽ 10 കൊല്ലം 15 കൊല്ലം കഴിയുമ്പോൾ കണ്ടമാനം പ്രതിസന്ധികൾ ഓരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മളെ കാണുമ്പോൾ അന്നും ഇന്നും എന്നും ഒരുപോലെ അദ്ദേഹം അല്ലെങ്കിൽ ഒരുപോലെ സംസാരിക്കുന്ന, ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോന്നൽ കാണുമ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യാശയാണ്, ഒരു പ്രതീക്ഷയാണ്. കാരണം ആൾ പറഞ്ഞ പോലെ പോകുന്നുണ്ടല്ലോ, ആൾ അന്ന് പറഞ്ഞ ഐഡിയകൾ അനുസരിച്ച് ഇപ്പോഴും പോകുന്നുണ്ടല്ലോ. അപ്പോൾ പല ആളുകൾക്കും നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതൊരു പ്രതീക്ഷകളാണ് പലർക്കും. അവർക്ക് ഏത് സമയത്തും നോക്കുമ്പോൾ ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ. ഇപ്പം എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, നമ്മളോട് സ്നേഹമുള്ള മുഴുവൻ ആളുകളും എന്നും നോക്കുമ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ് കാണും. അപ്പോൾ അവർക്ക് എന്തൊക്കെ പ്രതിസന്ധി ആണെങ്കിലും ആളൊരു പോസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളിവിടെ എപ്പോഴും കൂടെയുണ്ട് അല്ലെങ്കിൽ ഒപ്പമുണ്ട് എന്നൊരു തോന്നൽ, ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പറ്റുന്നിടത്തോളം കാലം അത് തുടരുക. അപ്പോൾ ഫോളോ ചെയ്യുന്നവർ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, അവർക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളോടൊരു 100 ആളുണ്ടെങ്കിൽ ഒരു 96 ആൾക്ക് ഇഷ്ടമാണ്, 3-4 ആൾക്കാണ് ഇഷ്ടമില്ലാത്തവരുണ്ടാവുള്ളൂ. അപ്പം അവർ കാണണ്ട, പക്ഷെ ഇഷ്ടമുള്ള ആളുകൾ കാണട്ടെ. അവർ ലൈക്ക് അടിച്ചില്ലെങ്കിലും കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അതെനിക്കറിയാം. കാരണം അവർ കടയിൽ വരുന്ന സമയത്തൊക്കെ പോസ്റ്റ് കണ്ടു, പല പോസ്റ്റ് കണ്ടു എന്നുണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അവർ ലൈക്ക് അടിച്ചില്ലെങ്കിലും കമൻറ്റ് അടിച്ചില്ലെങ്കിലും ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, അവരെപ്പോഴും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ആളുകൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്താ പറയുക, അതിങ്ങനെ അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ, പിന്നെ ഒരു സന്തോഷം, സ്നേഹമുള്ള ആളാണത് കാണുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം. എന്താണ് പറയാനുള്ളത്?